ഗോപികൃഷ്ണ, കണ്ണപ്പമ്മാവ വന്നിരിക്കണോ, വന്നിരിക്കണോ, എഴുത്ത് വന്നിരിക്കണോ. കലക്കാതെ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഹരീഷ്ണ വരുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് മാറ്റം കിട്ടിയത്രേ. അതേതായാലും നന്നായി. അല്ലെങ്കിലും അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസമാ ചെബി. അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? മറുപടി വൈകിയത് എനിക്ക് അസുഖമൊക്കെ ആയിരുന്നു. എപ്പോഴാ കണ്ണപ്പ അവൻ വരുന്നത്? അത് തന്നെയാ ഞാനും തപ്പുന്നത്. അവനതിൽ എഴുതിയ തീയതി കുളത്തിൽ വീണ് പോയെന്നാ തോന്നുന്ന മച്ചമ്പി. അയ്യോ, നിന്നോട് ആര് പറഞ്ഞത് നനയ്ക്കാൻ? അവൻ വരുന്നു എന്നറിഞ്ഞപ്പം, അല്ല ആ വീട്ടുവേലയ്ക്ക് അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോ ഉണ്ടായ ആവേശത്തിൽ ഞാൻ ചാടിപ്പോയതാണ് വെച്ചാ. വന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനിയിപ്പൊ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ആണോ പെണ്ണോ? അതേ ഉള്ളൂ ഇപ്പൊ ഒരു മാർഗം. അവിടെ അമ്മയ്ക്ക് അകത്തൊരാളെ ആവശ്യമാണ്. ഈ പവിഴത്തെ ആ വേഷത്തിൽ കൊണ്ടുപോകും. പിന്നെ വരുന്നൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായി കരുതി സമാധാനിക്കാം. എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടുന്നേരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ. എനിക്കിത് കേട്ടിട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങണം. ஆட்டே பவழம் தான் പറഞ്ഞു. உங்க வீட்டுக்கு நீங்க மாத்திரம் போக போறது சொல்றதுக்கு தான் என்ன இங்க கூட்டிட்டு வந்தீங்களா? செத்தாலும் சரி உங்களை விட்டு நான் இங்க தனியா இருக்க மாட்டேன். ഭാര്യയാണെന്ന് പറഞ്ഞ് നിന്നിപ്പ അങ്ങോട്ട് കൊണ്ടുവന്ന് അവരെന്നെ തൂക്കിക്കൊല്ലും. ദൈവം, എന്ത് പരീക്ഷണത്തിന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്? போன திரும்பி வருவீங்கன்னு என்ன நிச்சயம்? പവിഴം, ഞാൻ പറയുന്നത് வேண்டாங்க. என்ன விஷம் வேணாலும் போடுறேன். உங்க கூடவே வர்றேங்க. എന്നാലും താലി കെട്ടിയൊരു പെണ്ണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ? എനിക്ക് വയ്യ, പേടിയാവുന്നു. உங்களுக்கு நான் வேலைக்காரி இல்லையே, தாலி கட்டின பொண்டாட்டி. என்னால தானே உங்களுக்கு இவ்ளோ கஷ்டம் வந்துச்சு. எது வந்தாலும் நான் சகிச்சுக்கிறேன். എനിക്ക് അച്ഛനെ പേടിയാ, ഏട്ടന്മാരെയും പേടിയാ, അമ്മാവനെയും പേടിയാ. തെറ്റി അവരെല്ലാ ബന്ധവും മറക്കും. നേരായ വഴിക്കാണെങ്കിലോ പൊന്നു പോലത്തെ സ്നേഹവും. ഓ, നിന്റെ അച്ഛനെങ്ങാനും അറിഞ്ഞ ആലോചിക്കുമ്പോ വീണ്ടും തലയുറ്റുക. അപ്പോ നീ തയ്യാറാണ്? ഒരു ശാന്തിമുഹൂർത്തവും കുറിച്ചു വാങ്ങി നമ്മൾ സ്ഥലം വിടുന്നു. നീ ധൈര്യമായിട്ട് പോ. വല്ല കുഴപ്പം വന്നാ ഓടിയാ മതി. ശവത്തെ കുത്തരുത്. അതല്ലേ ഞാൻ പറഞ്ഞു. மழற தனியா போறோம்னு பயப்படுறியா? நாங்கெல்லாம் அடிக்கடி உன்னை வந்து பாத்துக்கிறோம். குட்டன் நாயர, நானும் மாப்பிள்ள கூட போலான்னு இருக்கிறேன். நீயும் வரல? ഓ, പിന്നെ നെഞ്ചിൽ പിടിച്ചു. കൈയിട്, കൈയിട്, വഴിയുണ്ടാക്കാം. நாயர, நான் என் பொண்ணை ரொம்ப செல்லமா வளர்த்துட்டேயா. மாப்பிள்ளை வீட்டுல அவளை கண்கலங்காம பாத்துக்குவாங்கல்ல. അവിടുത്തെ ജീവിതം അവൾക്കൊരു അനുഭവമായിരിക്കും. ரொம்ப തങ്കமான ഇടം താനേ, കവലയേ വേണ്ട. அம்மாடி, மாப்பிள்ள கூப்பிடுறாரு, என்னன்னு போய் கேளு. போ. என்ன அப்படியா? என்னங்க மாப்பிள்ள அவங்க அப்பா அம்மாவோட கலந்து பேசி சம்பந்தி மரியாதையோட நம்மள அழைச்சிட்டு போகணும்னு நினைக்கிறாரு. அடேடே, அப்படியா? அதுவும் சரிதான். அப்படி போறதுதான் நம்ம கௌரவத்துக்கு மரியாதை. குட்டன் நாயர, நீ போயிட்டு வந்து விஷயத்தை சொல்லு. എന്റെ ഗുരുവായൂരപ്പ. அதே யாரு? എന്റെ അച്ഛൻ. വാ. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അച്ഛപ്പി ഞാനോട് തല്ലാൻ ഇതിലൊന്നല്ല നമ്മൾ ആത്മഹത്യ ചെയ്തതാ. അച്ഛൻ മാറി നിൽക്ക്. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. അതുങ്ങളെ തല്ലിയ ചത്തുപോന്ന് പറയടാ. ചത്താക്കാരെ അവര് നോക്കിക്കൊള്ളും. അമ്മയിൽ ഇടപെടണ്ട. ഹരീഷ, നെഞ്ചിടിക്കണു. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. കൊളാക്കരുത്. ഹരീഷ്ണം വന്നു, അമ്മ ഹരീഷ്ണം വന്നു. മോനെ, എന്തായിരുന്നു ഇവിടെ ബഹളം? ഞാനാകെ പേടിച്ചുപോയി. കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ 10 തവണ വീണ്ടും കക്കും. ഇത്തവണ യുവമാരെ കെട്ട തേങ്ങയല്ല, നല്ല അസല തെങ്ങുന്തയ്യ. ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. ഇപ്പൊ നല്ലവണ്ണം പഠിച്ചല്ലോ.
നീ വരുന്ന വഴിയാണോടാ? അതെ. അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ? അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ലക്ഷണം കൊണ്ട് നല്ലതാ മച്ചമ്പി. ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ. ഐശ്വര്യം പോയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നിന്റെ പേരെന്താ പെണ്ണേ? പവിഴം. നീ എന്ത് ജാതിയാ? അല്ല, മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അല്ല, പഠിക്കാനുള്ള തയ്യാറെടുപ്പ് അങ്ങനെ. ഞാൻ കണ്ണപ്പൻ, ഹരികൃഷ്ണന്റെ അമ്മാവനാണ്. അവൻ ജയകൃഷ്ണൻ, ഇവൻ ഗോപികൃഷ്ണൻ. ഞാനിവിടുത്തെ കാര്യസ്ഥൻ. ഹരിയുടെ അച്ഛനമ്മയൊക്കെ മനസ്സിലായല്ലോ. ആരായാലും എന്താ, അവർക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോടാ കൊശവാദിനൊക്കെ. കുട്ടിയുടെ അച്ഛനാണല്ലേ? എന്താ പേര്? എൻ പേര് ദുരൈസ്വാമി. എനിക്ക് കൊഞ്ചം മലയാളം അറിയും. ഓ, എടാ ഗോപി, ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ. പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത്. സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനീന്ന് പോട്ടെ. നീ എന്താ നീങ്ങി നിന്നത്? അല്ല, അവിടെ നിന്ന കാറ്റുകൊണ്ട് കർപ്പൂരം കേടും, അതുകൊണ്ടാ. കുട്ടിയെ അകത്തേക്ക് പൊയ്ക്കോളൂ. கடவுளே, நிறைய தண்ணி இருக்கே. இங்க ஒரு மாசம் எத்தனை திருடர்களை பிடிக்கும்? എന്താ? இல்ல, இந்த திருடர்களோட எண்ணம் கிடைச்சா தேங்காயோட எண்ணம் கிடைக்குமே. ஹரி சொல்லி இருக்கு எல்லாம் அப்பாவோட ஐஸ்வர்யம் தான். ஹரி மேல நம்பிக்கை உள்ளனால தான் அவளை இந்த குடும்பத்துக்கு அனுப்பி வச்சது. நீங்க பெரிய மனுஷன், எல்லாம் பாத்துக்கணும். அவர் ரொம்ப பாவம். ഏറ്റു. എന്താ പേര് പറഞ്ഞത്? പവിഴം. അതല്ല, നിന്റെ പേര്? എന്റെ പേര് ദുരൈസ്വാമി. എന്ത് സ്വാമി ആയാലും അവിടെ കാര്യം ഞാൻ ഗവനിച്ചോളാം. എന്താ പോരെ? മതി. ഹരി ശമ്പളത്തെ പറ്റി വല്ലതും സംസാരിച്ചോ? അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും താനേ പേശണം. സകല ചെലവും കഴിഞ്ഞ് 100 റുപ്യ തരും. എന്താ മതിയോ? ഞാൻ എന്നാ ചൊല്ലരുത്, ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തരികയില്ലേ? അറിയില്ല. അറിയാനായി ഞാനൊന്നും വാങ്ങാറില്ല. ഒക്കെ ഇവിടെ കൃഷിയാ. അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ്, പാം ഓയില്, മണ്ണെണ്ണ എല്ലാം കൃഷിയാ? ഒന്നും വാങ്ങരുതില്ല? ഒന്നും വാങ്ങാറില്ല, ഒക്കെ കൃഷിയാ. ഈ കോണം വരെ. എന്താ? இதுதான் അമ്പലത്തരം. എനിക്ക് സന്തോഷാச்சு. എന്താ പ്രശ്നം கிடையாது. അപ്പൊ ഞാൻ പുറപ്പെട്ടുമാ? പുറപ്പെടാൻ വരട്ടെ. അതിനു മുമ്പ് ഇത്തിരി ഊണ് കഴിക്കുക. ഒരു ഉഷാറ് വരും. നിറച്ചു കഴിച്ചോളൂ കുട്ടി. എനിക്ക് തീരെ വയ്യ. കറിയൊക്കെ പേരിനേ ഉള്ളൂ. എവക്ക് എങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ? കൊഞ്ചം കൊഞ്ചം അരിയും. ഇനി എല്ലാം അമ്മ കയ്യിലെത്താൻ. എന്നാലും അടുക്കളയിൽ കയറണ്ട, പുറം പണി എടുത്താ മതി. അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാ മതി. ഞാൻ പറയുന്ന മനസ്സിലാവണുണ്ടോ? ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ള ആളല്ലേ. മാസത്തിൽ 7 ദിവസം പുറത്തു തന്നെ കിടക്കണം. അതിവിടെ നിർബന്ധ. പരിഷ്കാരം ഒന്നും വേണ്ട. എന്റെ ഭഗവാനെ. சொல்லுமா, நீ அவன் பொண்டாட்டின்னு அவங்க கிட்ட சொல்லட்டுமா? எந்த பிரச்சனை வந்தாலும் நான் பாத்துக்கிறேன்.